തന്നെ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ്. അറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോഴുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. എത്തിപ്പിടിക്കണം, നേടണം എന്ന് കുറെ കാലം ആഗ്രഹിച്ച് അതെത്തിപ്പിടിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കിട്ടിയാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യത്തിന്റെയും അതിനനുസൃതമായ ചില പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ ഈ മാറ്റത്തിന് എല്ലാ കാലത്തും വിധേയരാണ്. മാറ്റമില്ലാത്തവർ ജന്തുജീവജാലങ്ങളാണ്. മനുഷ്യരുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് സ്വാഭാവികമായ മാറ്റങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവജാലങ്ങളിലും വളർത്തുമൃഗങ്ങളിൽ പോലും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. മുൻപ് കുറെ കാലം മുൻപൊന്നും നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ, ആടുകള് മാംസാഹാരം കഴിക്കാറില്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇറച്ചിയുടെ മണമുള്ള പാത്രത്തിൽ ആടിനെ കെട്ടുന്ന ആലയിലേക്ക് പഴങ്കഞ്ഞി കൊണ്ടുപോയി കൊടുത്താൽ ആട് വെള്ളം കുടിക്കൂലായിരുന്നു. അത്രത്തോളം ആടിന് വെറുപ്പായിരുന്നു എന്നാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് ആടും മാടുമൊക്കെ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾക്ക് നിന്നുകൊടുത്തതിന്റെ ഫലമായി, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നതിന്റെ ഫലമായി നമ്മുടെ വളർത്തുമൃഗങ്ങളിൽ പോലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് മാറി നിന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ലൈവ് പ്രോഗ്രാം. ഏതായാലും അവിടെ ബാങ്ക് കൊടുത്തുകൊണ്ട് തൽക്കാലം നമ്മളെ അഘോഷാക്കിയാണ് നമ്മളായിട്ടുള്ള നമ്മുടെ
സദാചാരബോധം നമ്മുടെ സമൂഹത്തിൽ നിന്ന് അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിൽ നമുക്ക് സംഭവിച്ച പരിക്കുകളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയും പുനരാലോചനയും ഇതിൽ നിന്നാണ് ഒരു സമൂഹത്തിൽ തിരുത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. നാം എന്തിനാണ് തിരുത്താൻ തയ്യാറാകേണ്ടത്? എന്തിനെയാണ് നമ്മൾ തിരുത്തേണ്ടത്? തിരുത്താൻ തയ്യാറാകാത്ത ഒരു സമൂഹത്തിൽ മതപരമായും ആത്മീയമായും ഇസ്ലാമികമായ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടും ആലോചിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുത്താത്ത കാലത്തോളം അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് തടയപ്പെടും എന്നതിനെ കുറിച്ചുള്ള വളരെ വലിയ ആലോചനയാണ്, തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. തിരുത്താത്ത ഒരു സമൂഹത്തിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നിങ്ങൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങൾ മാറ്റത്തിന് നിന്നുകൊടുക്കാൻ, നിങ്ങൾ മാറ്റത്തിന് വിധേയമാകുന്നില്ല എങ്കിൽ, നല്ല ഒരു മാറ്റത്തിന്, നിലവിലുള്ള മോശമായ അവസ്ഥയിൽ നിന്ന് ഒരു നല്ല ചേഞ്ചിലേക്ക്, ഒരു നല്ല മാറ്റത്തിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നില്ല, നിങ്ങൾ മാറുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക ചരിത്രം പരിശുദ്ധ ഖുർആൻ നമ്മോട് അവതരിപ്പിക്കുന്ന, നമുക്ക് കേൾപ്പിച്ചു തരുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് ചരിത്രം, ഈ ചരിത്രങ്ങളുടെ എല്ലാറ്റിന്റെയും പാഠം തിരുത്താത്ത ഒരു സമൂഹത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ്. ആരോഗ്യമുള്ളവരും ബുദ്ധിയുള്ളവരും ശക്തിയുള്ളവരും അധികാരമുള്ളവരും പണക്കൊഴുപ്പും ഇങ്ങനെ തുടങ്ങി സകല സ്വാധീനങ്ങളുമുള്ള വിഭാഗങ്ങളിൽ തിരുത്തേണ്ട ഒരു സമയം വന്നപ്പോൾ തിരുത്താതെ അമർന്നിരുന്ന ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരുപാട് സമൂഹങ്ങളെ അള്ളാഹു പാഠം പഠിപ്പിച്ചതിന്റെ സന്ദേശമാണല്ലോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദിൽ ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد വഫിർഔന ദിൽ ഔതാദ്. വലിയ ശക്തിയും കായിക ശേഷിയും ശാരീരികമായ ബലവും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തുടങ്ങുകയാണ്. ആദ് സമൂഹം യുക്തിയും ബുദ്ധിയും വളരെയധികം വികസിച്ച ഒരു സമൂഹത്തെക്കുറിച്ച്, സമൂദ് സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കും. അധികാരവും പണവും മേൽക്കോയ്മയും ഒക്കെ എമ്പാടുമുണ്ടായിട്ടും പാഠം പഠിച്ച ഫിർഔനിനെ കുറിച്ചാണ് പിന്നീട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ജനങ്ങളിലേക്കെല്ലാം അള്ളാഹുവിന്റെ സന്ദേശങ്ങളുമായിട്ടാണ് മഹാന്മാരായ നബിമാർ കടന്നു വന്നത്. ആദ് സമൂഹത്തിലേക്ക് കടന്നു വന്നത് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമാണ്. സമൂദ് സമൂഹത്തിലേക്ക് കടന്നു വന്നത് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമാണ്. ഫിർഔൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയിലേക്ക് കടന്നു വന്നത് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമാണ്. ഈ നബിമാരെല്ലാം ഈ സമൂഹത്തോട്, അതാത് സമൂഹങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വലിയ ആളുകളോട്, അധികാരിവർഗത്തോട്, ശക്തന്മാരോട്, മല്ലന്മാരോട്, വലിയ യുക്തിയും ബുദ്ധിയും തന്റേടവും ഒക്കെയുള്ള ആളുകളോട്, എല്ലാവരോടും അള്ളാഹു പറഞ്ഞത് നിങ്ങൾ തിരുത്താൻ തയ്യാറാകുക എന്നതാണ്. നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന നഷ്ടം അതൊരിക്കലും നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും എന്ന സന്ദേശമായിരുന്നു ലോകത്ത് എല്ലാ അമ്പിയാക്കളും, ഞാനിവിടെ സൂചിപ്പിച്ച ഈ ഒരു സംഭവങ്ങളിൽ മാത്രമല്ല, മുഴുവൻ സംഭവങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. എന്തിനാണ് നമ്മൾ വഅദ് പറയുന്നത്?
എന്തിനാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്? എന്തിനാണ് അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകുന്നത്? എന്തിനാണ് പ്രഭാഷണങ്ങളും ലഘുലേഖകളും പത്രപ്രവർത്തനങ്ങളും അതുപോലെയുള്ള സന്ദേശങ്ങളും നമ്മൾ കൈമാറ്റം നടത്തുന്നത്? ഈ മുഴുവൻ സന്ദേശങ്ങളുമായി പ്രഭാഷണമായാലും ലിഖിതമായാലും പുസ്തകങ്ങളായാലും ഇനി സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ നടത്തുന്ന നന്മയുടെ കൈമാറ്റങ്ങളായാലും എല്ലാം നമ്മുടെ സമൂഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തിരുത്തണം എന്നാണ്. തിരുത്തിയില്ല എങ്കിൽ നമുക്കൊരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും എന്നാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ് എങ്കിൽ വളരെ അധികം ആലോചിക്കേണ്ടി വരുന്നില്ല, ഒരുപാട് ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്നില്ല. നോക്കൂ, നിങ്ങൾ മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കുക. ചികിത്സാ സംവിധാനങ്ങൾ പഴയ കാലത്തെ അപേക്ഷിച്ച് വളരെ വളരെ വികസിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമുക്ക് എമ്പാടും ഇന്ന് ലഭ്യമാണ്. പ്രത്യേകം ഓരോ രോഗത്തെക്കുറിച്ചും പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് അതിൽ പിന്നെയും സ്പെഷ്യലൈസ് ചെയ്ത വളരെ വിദഗ്ധരായ ഡോക്ടർമാരും പ്രത്യേക രോഗങ്ങൾക്ക് വേണ്ടി മാത്രം സംവിധാനിക്കപ്പെട്ട അത്യാധുനികമായ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലുകളും ഉണ്ടായിട്ട് രോഗങ്ങൾ നമ്മളെ വിട്ടുമാറുന്നുണ്ടോ? പണക്കൊഴുപ്പിന്റെ വലിയ വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇന്ന് കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരിവട്ടങ്ങളും നമ്മുടെ ദാരിദ്ര്യങ്ങളും നമ്മുടെ അല്ലും അലട്ടലുകളുമൊക്കെ ഏത് കാലത്താണ് തീർന്നുപോയിട്ടുള്ളത്? മുൻപ് നമുക്കുണ്ടായിരുന്ന വരുമാനവും ഇന്നുള്ള വരുമാനവും വെച്ച് നോക്കുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് മടങ്ങാണ് നമ്മുടെ മുൻപത്തെ വരുമാനത്തിൽ നിന്ന് ഇന്ന് നമുക്ക് അതിനേക്കാളും അധികമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, പക്ഷേ നമ്മുടെ അല്ലും മലട്ടലുകളും ഇന്ന് തീർന്നിട്ടുണ്ടോ? നമ്മുടെ കുടുംബവും നമ്മുടെ വീടുകളും നമ്മുടെ സംവിധാനങ്ങളും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളിൽ നിന്ന് വളരെ വളരെ ചെറിയ സൗകര്യങ്ങൾ മാത്രമായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നമുക്കുണ്ടായിരുന്നത്. പരസ്പരം ബന്ധപ്പെടാനും പരസ്പരങ്ങൾ ആശയം കൈമാറാനും സ്നേഹം പുതുക്കാനും സ്നേഹം കൊടുക്കാനും വാങ്ങാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെ വിപുലമാണ്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ സ്വന്തം വീട്ടിലേക്ക് ഒരു സന്ദേശം കൊടുക്കണമെങ്കിൽ ദിവസങ്ങൾ, അത് വീട്ടിലെത്താൻ ദിവസങ്ങൾ കാത്തിരിക്കണമായിരുന്നു. വളരെ ഡേഞ്ചറായിട്ടുള്ള വളരെ അപകടകരമായ ഒരു കാര്യത്തെക്കുറിച്ച് പോലും ഒരു സൂചന നൽകണമെങ്കിൽ, അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സ്വന്തം കുടുംബത്തെയോ ചങ്ങാതിമാരെയോ അറിയിക്കണമെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കണമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന ദേശാടനം നടത്തിയ ഒരുപാട് സഹോദരന്മാർ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. രാപ്പകലുകൾ ഭേദമന്യേ മിനിറ്റുകളിലും മണിക്കൂറുകളിലും വെറും ഫോണിലൂടെ മാത്രമല്ല കണ്ടും കേട്ടുമൊക്കെ എമ്പാടും സന്ദേശങ്ങൾ കൈമാറാനുള്ള അവസരങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു എന്നതല്ല കാരണം, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു എന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മറിച്ച് ബന്ധങ്ങൾക്ക് ഇന്നൊരുപാട് സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ബന്ധങ്ങളെ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നമുക്ക് എമ്പാടും തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട് സംസാരിക്കാൻ, കേൾക്കാൻ, ശബ്ദം കേൾക്കുവാനും കേൾപ്പിക്കുവാനും മാത്രമല്ല, ഇന്ന് കണ്ട് സംസാരിക്കാനുള്ള തൊട്ടാൽ ഉളു മുറിയുന്നില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉളു മുറിയുന്ന തരത്തിൽ തൊടാൻ സാധിക്കുന്നില്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും കണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. പക്ഷേ എവിടെയോ നമുക്ക് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം.
ഈ തിരിച്ചറിവിന് വേണ്ടിയാണ് തിരുത്തണം തിരുത്തണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ പുതിയ തലമുറയോടാണ് നമ്മൾ സംവദിക്കുന്നത്. പുതിയ തലമുറ എന്ന് പറയുന്നത് കേവല കൗമാരവും യൗവനവും മാത്രമല്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരർത്ഥത്തിൽ പ്രായമുള്ളവരിൽ പോലും പുതുതലമുറയുടെ സംസ്കാരവും സ്വഭാവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ പുതുതലമുറ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മോശമാണ് എന്ന് പറയാനൊക്കുമോ? ഒരിക്കലുമില്ല. കാരണം പുതിയ സാധ്യതകളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനസേവനം ചെയ്യാനുള്ള ഒരർത്ഥത്തിൽ ജനസേവനം ചെയ്യാനുള്ള ഒരു താല്പര്യം ഇന്ന് ന്യൂ ജനറേഷന് പുതുതലമുറക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. വിവിധ തരത്തിലുള്ള കൂട്ടായ്മകൾ ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുണ്ട്. നമ്മുടെ മഹല്ല് കമ്മിറ്റികളായിരുന്നു ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്നത് എങ്കിൽ ഒരു ഖതീബും ഒരു ഖാലിയും ഒരു പള്ളിക്കാരണവരും ഒരു മുത്തവല്ലിയും അല്ലെങ്കിൽ ഒരു മദ്രസ പള്ളിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘവുമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് നമുക്കൊരുപാട് കൂട്ടായ്മകളുണ്ട്. മതപരമായും അല്ലാതെയുമുള്ള കൂട്ടായ്മകൾ ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. ഇസ്ലാമിക സംഘടനകൾ മതപരമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളല്ല. അത് മാത്രമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകൾ നടത്തുന്ന അധാർമികമായ പ്രവർത്തനങ്ങളെ മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ക്ലബ്ബുകളും അത്തരം കൂട്ടായ്മകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോപ്രാട്ടിത്തരങ്ങളും അരുതാത്ത പ്രവർത്തനങ്ങളും അരുതായ്മകളുമൊക്കെ ഒരു ഭാഗത്ത് നമ്മളെ വളരെ വളരെ വേദനിപ്പിക്കുന്നു എന്ന സത്യം നിലനിൽക്കുമ്പോൾ തന്നെ ഒരില്ലാത്തവൻ ഉണ്ടാക്കി കൊടുക്കാൻ കൂട്ടായ്മകൾ രംഗത്ത് വരുന്ന കാലമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പത്രത്തിൽ ഒരു ചോർന്നൊലിക്കുന്ന കൊച്ചു കുടിലിന്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട അമ്മയും ഒന്നോ രണ്ടോ കുട്ടികളും നിൽക്കുന്ന ഒരു ഫോട്ടോ പത്രത്തിൽ വന്നാൽ അത് വളരെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയകളിലൂടെ കൂടി പ്രചരിപ്പിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘമോ ഏറ്റെടുത്ത് ആ വീട് നന്നാക്കി കൊടുക്കുവാനുള്ള ശ്രമകരമായ ദൗത്യത്തിന് ചില സംഘങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ പത്രത്തിൽ ഈ വാർത്തകൾ എന്നതിന് മുൻപ് തന്നെ തലേ രാത്രി സോഷ്യൽ മീഡിയയിലൂടെ ഇത് കിട്ടിയാൽ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എത്രയോ ആളുകൾ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു. നമ്മുടെ സ്കൂൾ കുട്ടികളിൽ പോലും ഒരുപാട് നല്ല നല്ല കൂട്ടായ്മകൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ ജനറേഷനെ അടിച്ച് ആക്ഷേപിക്കുക എന്നത് തിരുത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരമല്ല. ന്യൂ ജനറേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ നോക്കൂ, നിങ്ങൾ സഹപാഠികളുടെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും സഹപാഠികളുടെ കാര്യത്തിൽ അവർക്ക് ഇല്ലായ്മ അനുഭവപ്പെട്ടാൽ ആ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ച് സ്കൂൾ കുട്ടികളുടെ കോളേജ് കുട്ടികൾക്കിടയിൽ തന്നെ കൂട്ടായ്മകളുണ്ടായി അവര് തന്നെ മുന്നോട്ട് വന്ന് സ്വന്തം സഹപാഠിയുടെ ദാരിദ്ര്യം അകറ്റാനും അവശതകൾ നീക്കം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും മുന്നോട്ട് വരുന്ന എത്രയോ സംഘങ്ങളെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. സ്കൂളിലോ കോളേജിലോ അധ്യാപനം നടത്തി കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് മതിയാക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു നല്ല വിദ്യാർത്ഥിയാണ് എങ്കിൽ ആ കുട്ടിയുടെ തുടർ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നല്ല അധ്യാപകർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിരന്തരമായി ചില കുട്ടികളുടെ പഠന മികവ് കണ്ടെത്തി ആ കുട്ടികളുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ വല്ലതും അവരുടെ മുമ്പിലുണ്ട് എങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ മറികടക്കാൻ ആവശ്യമായ പരിഹാരക്രിയകൾ കൂടി മുന്നോട്ട് വെക്കുന്ന നല്ല അധ്യാപികമാർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങളിൽ ചിലത്
നമ്മൾ പകർത്തേണ്ടതും നമ്മൾ സ്തുതിക്കേണ്ടതും പ്രശംസിക്കേണ്ടതുമാണ് എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വിവരങ്ങൾ പരസ്പരം കൈമാറാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായപ്പോ ആ സംവിധാനങ്ങളെ കൊണ്ട് വളരെ ഡേഞ്ചറായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാൻ ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കുന്നതിന് പകരം വളരെ പെട്ടെന്ന് സമൂഹത്തിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അത് അറിയേണ്ടവരെല്ലാം അറിയിക്കുവാനും വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊതുവായ ചേഞ്ചുകളിൽ നിന്ന് ചിലത് നമുക്ക് വേണ്ടതും നമുക്കതിന്റെ ഫലപ്രാപ്തി ആവശ്യമുള്ളതുമാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ ഇതിന്റെ മറുവശത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ തിരുത്താൻ വേണ്ടി ഒരു സംഘം മുന്നോട്ട് വരണം. എല്ലാ കാലത്തും തിരുത്തുന്ന ഒരു സംഘം ഉണ്ടായിരിക്കണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എങ്ങനെയാണ് നമ്മൾ തിരുത്തേണ്ടത്? നമ്മൾ തിരുത്തേണ്ടത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരാളുടെ തിരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും നമ്മൾ സ്വയം അറിയുക എന്നിടത്തു നിന്നാണ് തുടങ്ങേണ്ടത്. നമുക്ക് എത്രത്തോളം ശക്തിയുണ്ട്? വൈകുന്നേരം ഒരു രാത്രി 4 നേരം തുടർച്ചയായിട്ട് വയറ്റുന്നു പോയാൽ വയറിളക്കം പിടിച്ച് വയറ്റിൽ നിന്ന് പോയാൽ തീരുന്നതാണ്, നശിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യം എന്ന് നമ്മൾ എന്നെങ്കിലുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാനുള്ള ശക്തിയുള്ള നല്ല നല്ല ശക്തിയുള്ള മല്ലന്മാരായ ചെറുപ്പക്കാർ. പക്ഷേ 2 ദിവസം വേണ്ട, ഒരൊറ്റ ദിവസം പനിച്ചാൽ പിന്നീട് ഒരുപക്ഷെ ബാത്റൂമിലേക്ക് മറ്റൊരാൾ കൈപിടിച്ച് കൊണ്ടുപോകേണ്ട സ്ഥിതിവിശേഷം വരെ നമ്മൾ കാണുന്നുണ്ട്. ഒരൊറ്റ രാത്രിയിലെ പനി കൊണ്ട് ഒരു പകൽ സമയത്ത് എന്ന് മാത്രമല്ല ഒരുപാട് പകൽ സമയത്ത് അധ്വാനം അതിന് കഴിയാതെ വരുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ? ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ബലഹീനനായിട്ടാണ് പടച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മനുഷ്യന്റെ ബലഹീനതകൾ മറികടക്കാൻ ആവശ്യമായ കണ്ടെത്തലുകളും അന്വേഷണങ്ങളും ബുദ്ധികൂർമ്മതയും ഒക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും സർവത്ര മനുഷ്യൻ ബലഹീനനാണ് എന്ന സത്യം യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. യജമാനനായ അല്ലാഹു പഠിപ്പിക്കുന്ന ഈ സത്യത്തെ തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് നമ്മൾ തിരുത്തു തുടങ്ങേണ്ടത്. അല്ലാഹുവേ, ഞാൻ ജീവിക്കുന്നത് നിന്റെ ആകാശത്തിന്റെ ചുവട്ടിലാണ്, ഞാൻ ചവിട്ടി നടക്കുന്നത് നിന്റെ ഭൂമിയുടെ മാറിടത്തിലൂടെയാണ്, ഞാൻ ആസ്വദിക്കുന്നത്, ഞാൻ ശ്വസിക്കുന്നത് നിന്റെ അന്തരീക്ഷത്തിലെ വായുവാണ്, ഞാൻ കുടിക്കുന്നത് അല്ലാഹുവേ നിന്റെ വെള്ളമാണ്, അല്ലാഹുവേ ഞാൻ കഴിക്കുന്നത് നീ നൽകുന്ന ഭക്ഷണമാണ്, പടച്ച റബ്ബേ ഞാൻ അനുഭവിക്കുന്ന സുഖം മുഴുവനും നീ എനിക്ക് നൽകിയതാണ്. ഇതിനാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടില്ല എങ്കിൽ ഒരു കാലത്ത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഭൂമിയിൽ വെച്ച് തന്നെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ, അഥവാ മറ്റൊരു ജീവിതമാകുന്ന പരലോകത്തേക്ക് കടക്കുന്നതിന്റെ മുൻപ് തന്നെ ഒരിക്കലല്ല പല പ്രാവശ്യം നമ്മൾ വിരൽ കടിക്കേണ്ടി വരും എന്ന സന്ദേശം, ഈ സൂചനയാണ്, ഈ ആശയമാണ് തിരുത്തിന് പ്രേരണയായിട്ട് ഭൗതികവാദികൾക്ക് കൂടി നമ്മുടെ മുമ്പിൽ വെക്കാനുള്ളത്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അവൻ ഏറ്റവും അധികം തിരുത്താൻ വേണ്ടി തയ്യാറാകുന്ന ആശയങ്ങൾ, അതിനുള്ള ഒരു മനസ്സ് രൂപപ്പെട്ട് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് അവന്റെ കൽബിലേക്ക് വരുന്നത്. അത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനയാണ്, സ്വർഗവും നരകവും നന്മയും തിന്മയും അത് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു രംഗത്തെക്കുറിച്ച്, നന്മക്ക് മുൻതൂക്കം കിട്ടിയില്ലെങ്കിൽ സംഭവിക്കുന്ന ശാശ്വതമായ പരാജയത്തെക്കുറിച്ച്
നന്മക്ക് മുൻതൂക്കം കിട്ടിയാലുണ്ടാകുന്ന ശാശ്വതമായ വിജയത്തെക്കുറിച്ച് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ സത്യവിശ്വാസികളായ നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ്. എന്നാലോ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും സ്വന്തം സമൂഹത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട എല്ലാ തരം ആളുകളോടും എല്ലാ വിഭാഗം ജനങ്ങളോടും പരിശുദ്ധ ഖുർആനിന് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ, തൊഴിൽ രാഹിത്യം എന്ന് പറയുന്നത്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ പ്രശ്നമാണ്. തൊഴിലില്ലായ്മ ഒരു സങ്കീർണമായ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന 40% ആളുകൾ തൊഴിൽരഹിതരാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പറഞ്ഞത് എന്താണ്? അവർ തൊഴിലെടുക്കുന്നില്ല എന്നാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് തൊഴിലിന് സാധ്യതകളുണ്ട്. ഉള്ള സാധ്യതകൾ എത്രത്തോളം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതല്ലേ സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. എല്ലാവരും ചില പ്രത്യേകം തൊഴിലുകളെ കുറിച്ച് മാത്രം ആലോചിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങൾക്ക് പകൽ സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവനോപാധിക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതാണ്. നിങ്ങളെങ്ങനെ ജീവിക്കണം, നിങ്ങൾക്ക് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ആവശ്യമായ കുടുംബജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും അള്ളാഹുവിന്റെ ഔദാര്യമുണ്ട്. പടച്ച റബ്ബിന്റെ ഔദാര്യം നമ്മുടെ ലോകത്ത് ഈ ആകാശത്തിന്റെ ചുവട്ടിൽ വിശാലമായി കിടക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം സ്വീകരിച്ചോളൂ, നിങ്ങൾ പാർപ്പിടമുണ്ടാക്കിക്കോളൂ, നിങ്ങൾ വസ്ത്രമുണ്ടാക്കിക്കോളൂ, നിങ്ങൾ ജീവിതം സുഖപ്പെടുത്തിക്കോളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതേ സ്ഥാനത്ത് അള്ളാഹുവിന്റെ ഔദാര്യം ചില ആളുകൾക്ക് അള്ളാഹു തടഞ്ഞുകൊടുത്തു. അത് അവർ തിരുത്താൻ തയ്യാറാകാത്തതിന്റെ പേരിലാണ്. നിങ്ങൾ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾക്ക് തടയപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. അതേ സ്ഥാനത്ത് തൊഴിലില്ലേ, തൊഴിലിന് സാധ്യതയില്ലേ, മണ്ണിൽ അധ്വാനിക്കാൻ തയ്യാറാകാത്ത മനുഷ്യർ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിൽ അധ്വാനിക്കാനുള്ള സാധ്യതകളും സൗകര്യങ്ങളും നശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും ഒരു ഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ആകാശത്തിലല്ല അധ്വാനിക്കാനുള്ളത്, അടിസ്ഥാനപരമായി അധ്വാനിക്കാനുള്ളത് മണ്ണിലാണ്. ഈ മണ്ണ് യഥാർത്ഥത്തിൽ അള്ളാഹു ആസയോഗ്യമായ അവസ്ഥയിലാണ് നമുക്ക് പടച്ചു തന്നിട്ടുള്ളത്. ഭൂമിയെ അള്ളാഹു ബിസാത്താക്കി ഉമ്മയുടെ മടിത്തട്ട് പോലെ, തൊട്ടിലുപോലെ നിങ്ങൾക്ക് വാസയോഗ്യമായി ജീവിക്കാൻ പറ്റാവുന്ന തരത്തിലാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയെ പടച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരത്തി തന്നിട്ടുണ്ട്. പരന്നു കിടക്കുന്ന ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഐശ്വര്യങ്ങളും പടച്ചറബിന്റെ അനുഭൂതി, പടച്ചറബിന്റെ അനുഗ്രഹങ്ങളും തേടിപ്പിടിക്കുവാനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള കായിക ശേഷി, ബലം അർഹമുർറാഹിമീനായ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ തൊഴിലെടുക്കുന്ന ആളുകൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം തൊഴിലിനോട് വല്ലാത്തൊരാഭിമുഖ്യമാണ് പുലർത്തിയത്. എല്ലാ അമ്പിയാക്കളും തൊഴിലെടുത്ത് ജീവിച്ചവരാണ്, ആടി നോക്കിയവരാണ്. എന്ന് മാത്രമല്ല, കച്ചവടം ചെയ്തവരുണ്ട്, കൃഷി ചെയ്തവരുണ്ട്, മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവരുണ്ട്, പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിയിട്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചവരുണ്ട്. നമുക്ക് മാതൃകകളായ മുഴുവൻ അമ്പിയാക്കളും തൊഴിൽ പരിശീലിപ്പിച്ച് തൊഴിലെടുത്ത് ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവരാണ് എങ്കിൽ
ഇങ്ങനെ ലോകത്തെ മാതൃകകളായി നമ്മൾ പരിചയപ്പെടുന്ന മഹൽ വ്യക്തിത്വങ്ങൾ, ഈ വ്യക്തിത്വങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തൊഴിലിനോട് താല്പര്യം കാണിച്ചവരാണ് എങ്കിൽ, ഞാൻ സൂചിപ്പിക്കുന്നത് പുതിയ തലമുറയിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം തൊഴിലെടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. തൊഴിലെടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുക എന്നതാണ്. തൊഴിലെടുക്കാൻ താല്പര്യമുണ്ടാകുന്നു എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക? പകൽ തൊഴിലെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന, രാവിലെ എനിക്ക് ജോലിക്ക് പോകാനുണ്ട്, അത് ഏത് ജോലിയാകട്ടെ, എല്ലാവരും മണ്ണിൽ പണിയെടുക്കണം എന്നല്ല. ചിലര് ശരീരത്തിൽ അതുപോലെ തന്നെ വസ്ത്രത്തിൽ അഴുക്കാകാത്ത തരത്തിലുള്ള, അത് മലിനപ്പെടാത്ത തരത്തിലുള്ള ജോലിയാണ് എങ്കിലും അതും ജോലി തന്നെയാണ്. മറ്റു ചിലർ കച്ചവടക്കാരാണ് എങ്കിൽ അതും ജോലി തന്നെയാണ്. വേറെ ചിലർ വാഹനം ഓടിക്കുന്നവരാണ് എങ്കിൽ അതും ജോലിയാണ്. ജോലിയല്ലാത്തൊന്നുമില്ല, എല്ലാം ജോലിയാണ്. ഹലാലായ അനുവദിക്കപ്പെട്ട എല്ലാ ജോലിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പ്രോത്സാഹിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പകൽ എനിക്ക് ജോലിയെടുക്കാനുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഒരാൾ രാത്രി നേരത്തെ കിടന്നുറങ്ങും. രാത്രി നേരത്തെ കിടന്നുറങ്ങിയാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലെ, ധാർമ്മികമായ പ്രശ്നങ്ങളിലെ നല്ല ഒരളവ്, നല്ല ഒരു ശതമാനം അതിന്റെ പരിഹാരമുണ്ടാകും. ഇതല്ലേ സത്യം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദേശാടനം നടത്തി നാട് വിട്ടുപോയ ആളുകൾക്ക് നാടുമായി, വീടുമായി, കുടുംബവുമായി, അഹലുകാരുമായി ബന്ധപ്പെടാനുള്ള സാധ്യതകൾ, സൗകര്യങ്ങൾ ഒരു കാലത്ത് കുറവായിരുന്നു. ഒരു കാലത്ത് അത് കുറവായിരുന്നുവെങ്കിൽ ഇന്നതെമ്പാടും കൂടി അതിന്റെ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും ഈ സൗകര്യം ഒരുപക്ഷെ നമ്മളെ തിരിഞ്ഞു കുത്തുന്നുണ്ട് എന്നതാണ് സത്യം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു മനുഷ്യന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ ഖൽബ്, ഇത് മൂന്ന് സംഗതികളും വല്ലാഹു അഖ്റജകും മിൻ ബുതൂരി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തശ്കുറൂൻ. അർഹമുർ റഹീമീനായ അല്ലാഹു പഠിപ്പിച്ചത് കണ്ടില്ലേ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂരി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈആ. നിങ്ങളൊന്നും അറിയാത്ത നിരക്ഷരായിട്ടാണ് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഒന്നും അറിയാത്തവരായിരുന്നു. പിന്നീടോ അറിഞ്ഞ് അല്ലാഹുവിനെ ആരാധിക്കുവാനും തിരിച്ചറിവുണ്ടാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും നല്ല മാറ്റങ്ങളിലൂടെ ദുനിയാവും ആഖിറവും നന്നാക്കാനും വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട 3 അവയവങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവരായിട്ടാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ നിങ്ങൾക്ക് അല്ലാഹു കേൾവിശക്തി നൽകി, ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തി അഥവാ ഖൽബ് നൽകി, ഹൃദയം നൽകി. വൽ അബ്സാർ കാഴ്ചയും അല്ലാഹു തആല നിങ്ങൾക്ക് തുറന്നു നൽകി. ഈ കാഴ്ചയും മനസ്സിലാക്കാനുള്ള ശക്തിയും കാണാനും കേൾക്കാനുമുള്ള ശക്തികളൊക്കെ നൽകിയിട്ട് പിന്നീട് അല്ലാഹു പറഞ്ഞു ഖലീലം മാ തശ്കുറൂൻ. വളരെ കുറച്ചു പേർ മാത്രമാണ് നന്ദിയുള്ളവർ. വളരെ കുറച്ചു പേർ മാത്രമാണ് നന്ദിയുള്ളവർ. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. എന്റെ അടിമകളിൽ നിന്ന് നന്ദിയുള്ളവർ വളരെ കുറവാണ്. അല്ലാഹുവിന്റെ ആനുകൂല്യങ്ങളെയും പടച്ച റബ്ബ് നൽകിയ സൗകര്യങ്ങളെയും സുഖങ്ങളെയും അല്ലാഹു നൽകിയ സന്തോഷങ്ങളെയും മറച്ചു വെക്കുകയും മറച്ചു പിടിക്കുകയും മറന്നു കളയുകയും ചെയ്യുമ്പോ അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളെ പർവ്വതീകരിച്ച് അത് വലുതാക്കി ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ആളുകൾ കൂടി വരികയാണ്. നോക്കൂ നിങ്ങൾ, ആത്മഹത്യകൾ പെരുകി വരികയാണ്, മനോരോഗികൾ അധികരിക്കുകയാണ്,
കൗൺസിലിംഗ് സെന്ററുകൾ വളരെ കൂടി വരികയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഛിദ്രതകൾ കൂടി വരികയാണ്. കലഹങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമൊക്കെ രാജ്യാന്തരീയ ഭാഗത്ത് നിന്ന് രംഗങ്ങളിൽ നിന്ന് മാത്രമല്ല, രാഷ്ട്രത്തിനകത്തും നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ വീട്ടിന്റെ ഉള്ളിലും നമ്മൾ തമ്മിലും ഇതാ പ്രശ്നങ്ങളും കലഹങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അള്ളാഹു നൽകിയ ആനുകൂല്യങ്ങളെയും പടച്ച റബ്ബിന്റെ നിഅമത്തുകളെയും നിഷേധിച്ചതാണ് കാരണം. അള്ളാഹുവേ, നീ എനിക്ക് നൽകിയത് മുഴുവനും നിന്റെ ഔദാര്യമായിട്ട് മാത്രമുള്ളതാണ്. അതെനിക്ക് മുഴുവൻ അവകാശപ്പെട്ടതല്ല, ഒന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല. നിന്റെ അനുഗ്രഹത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഈ തിരിച്ചറിവുള്ള ഒരു വ്യക്തി, ഇങ്ങനെയുള്ള വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഈഗോ പ്രശ്നങ്ങളാണ്. താരതമ്യേന കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് വിദ്യാഭ്യാസമുള്ളവരിലാണ്. വളരെ സാധാരണക്കാരായ ആളുകളുടെ കുടുംബജീവിതത്തിൽ താരതമ്യേന പ്രശ്നങ്ങൾ കുറവാണ്. കലഹങ്ങളും കുഴപ്പങ്ങളും വഴക്കും വക്കാണവുമൊക്കെ താരതമ്യേന സാധാരണക്കാരിൽ കുറവാണ്. അതേ സ്ഥാനത്ത് നല്ല അക്ഷരാഭ്യാസമുള്ള സാമൂഹിക ബോധമുണ്ട് എന്ന് പറയുന്ന സാംസ്കാരിക പ്രവർത്തകന്മാരാണ് മേനി നടിക്കുന്ന നടീനടന്മാർ എന്ന് പറഞ്ഞ് ഭൂമിയിൽ ഉദിച്ച നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ താലോലിക്കുന്നവർ. ഈ സ്റ്റാറുകളിലല്ലേ 2 or 4 കൊല്ലം പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്? അവരുടെ കുടുംബങ്ങളല്ലേ ഇന്ന് പുറം ലോകത്ത് പാട്ടായി മാറുന്നത്? അവരുടെ ഛിദ്രതയുള്ള കുടുംബ ബന്ധങ്ങൾ ഇന്ന് സമൂഹത്തിൽ പാട്ടായി മാറുന്നുണ്ട് എങ്കിൽ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് പരിശോധിച്ചു നോക്കിയാൽ മറ്റൊന്നുമല്ല, ഈഗോ പ്രശ്നങ്ങളാണ്. ഞാൻ നീ എന്ന പ്രശ്നങ്ങളാണ്, ഞാൻ എന്റെ എന്ന പ്രശ്നങ്ങളാണ്. ഞാനാര്, എന്റേത് എന്ന തരത്തിലുള്ള ചിന്തകൾ ഓരോരുത്തരും കൂട്ടിക്കൊണ്ടുവരുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ആലോചനകൾ ഒരു മനുഷ്യന്റെ കൽബിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ചിന്തയുണ്ടാകില്ല. ഞാൻ എന്ന ചിന്തയിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്റേത് എന്ന സ്വാർത്ഥമായ ചിന്തയിൽ നിന്നാണ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കലഹങ്ങൾ ഉണ്ടാകുന്നത്. വിട്ടുവീഴ്ച മനോഭാവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിട്ടുവീഴ്ചകൾ, മുസാമഹത്തുകൾ കുറയുമ്പോഴാണ്, മാപ്പ് കൊടുക്കലുകളും ക്ഷമാപണങ്ങളുമൊക്കെ കുറയുമ്പോഴാണ് ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പരസ്പരം പൊരുത്തപ്പെട്ട് 2 ആളുകളോ 2 സംഘങ്ങളോ 2 കൂട്ടങ്ങളോ 2 കുടുംബങ്ങളോ ദമ്പതിമാരോ അങ്ങനെ പറയുന്നതോടുകൂടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. അതേ സ്ഥാനത്ത് ഞാൻ എന്ന ചിന്ത അത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുകയാണ്. ഭർത്താവ് ഭാര്യയെ ചീത്ത പറഞ്ഞാൽ, ശകാരിച്ചാൽ, ഈ ശകാരിക്കുന്നതിന്റെ നാളുകൾക്ക് മുൻപ് ഈ ശകാരിക്കുന്നത്, എന്നെ ഇപ്പോൾ ചീത്ത പറഞ്ഞത്, ശകാരിച്ചത് 1 മിനിറ്റാണ്, അല്ലെങ്കിൽ ഏതാനും സമയമാണ് എന്നോട് പിണങ്ങിയത് എങ്കിൽ ഈ പിണങ്ങുന്നതിന്റെ മുൻപ് വർഷങ്ങളോളം ഞങ്ങൾ കൂടി ജീവിച്ചവരാണ് എന്ന് ചിന്തിക്കുന്നില്ല. ഞങ്ങൾ കൂടി ജീവിച്ച ആ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം എന്റെ ഭർത്താവിനെ ശകാരിച്ചു, ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപക്ഷെ കലഹങ്ങളും, അതൊരുപക്ഷെ ഞാൻ സ്വയം ഒടുങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു തുണ്ടം കയറിലോ അല്പം വിഷത്തിലോ ജീവനൊടുക്കുന്ന ആത്മഹത്യാ പ്രവണതകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെ ചീത്ത പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരവസ്ഥാവിശേഷത്തിലല്ല ഇന്ന് മക്കളുള്ളത് എന്ന് തോന്നിപ്പോകുകയാണ് പലപ്പോഴും. നമ്മൾ കാണുന്നില്ലേ, മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ സമയമായിട്ടില്ല എന്നൊരു പക്ഷേ ഉപ്പ നിർബന്ധം പിടിച്ചാൽ അങ്ങനെ വാപ്പയുടെ ഭാഗത്ത് നിന്ന് അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാനുള്ള, എനിക്കൊരുപാട് ആനുകൂല്യങ്ങൾ സന്തോഷങ്ങൾ മാത്രം നൽകി എന്റെ പിതാവ്,
ആ പിതാവിന്റെ ഈ ശാസന എനിക്ക് ഗുണത്തിനാണ് എന്ന് ചിന്തിക്കുന്ന മക്കൾ അങ്ങനെ ചിന്തിക്കേണ്ടതിന് പകരം ഉപ്പ എന്നെ ശകാരിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് വേണ്ട ജീവിതം എന്ന് പറഞ്ഞ് ജീവനൊടുക്കാൻ നമ്മൾ കൊണ്ടിരിക്കാം. അതൊരു പക്ഷേ അവക്കിൽ നിൽക്കാൽ ഒരുപാട് നൽകിയ മാതാപിതാക്കളിൽ പോലും അവരെ നമ്മൾ അപക്വത എന്ന് പറഞ്ഞ് അതിനെ ആശ്വസിപ്പിക്കാൻ വയ്യല്ലോ. അതിന്റെ കാരണം, യഥാർത്ഥ കാരണം ഞാൻ എന്റെ എന്ന പ്രശ്നമാണ്. ഞാൻ എന്റെ എന്ന പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാലത്തോളം നമ്മുടെ മനസ്സ് നന്നാകൂല, നമ്മുടെ സമൂഹം നന്നാകൂല, രാജ്യവും നന്നാകൂല. പ്രശ്നം കൂടിയിരിക്കുകയാണ് ചെയ്യുക. അതേ സ്ഥാനത്ത് നമ്മുടെ തലേക്ക് വരുന്നതോടുകൂടെ, മരിക്കണം എന്ന ആലോചന നമ്മുടെ കൽബിലേക്ക് വരുന്നതോടുകൂടെ, പിന്നിട്ട നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ നമുക്ക് പ്രശ്നമല്ലാതെ വരുന്നു, നമ്മുടെ ദാരിദ്ര്യങ്ങൾ നമുക്ക് വിഷയമല്ലാതെ വരുന്നു, നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും പരിഹരിക്കാനുള്ള മനസ്സ് നമുക്ക് വീണ്ടെടുക്കാനാകുന്നു. യാ അല്ലാഹ്, റബ്ബേ നീ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് എനിക്ക് ഒരുപാട് ആരോഗ്യം നീ നൽകിയവനാണ്. നീ എനിക്ക് സന്തോഷങ്ങൾ മാത്രമാണ് നൽകിയത് അല്ലാഹ്. ഇന്ന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രയാസമോ പരിവട്ടമോ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, യജമാനനായ അല്ലാഹു, ഇത് നിന്റെ സ്വാതന്ത്ര്യമാണ്, നിന്റെ അധികാരമാണ്, നിന്റെ അവകാശമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് നന്മയുള്ളത്. ഈ നന്മയിൽ നിന്ന് നമ്മൾ മാറുമ്പോ, ഒരുപാട് കാലം കറുത്ത മുടികൾ നമുക്കുണ്ടായിരുന്നു. ആ കറുത്ത മുടികൾ വെളുത്ത മുടികളാകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ, നമ്മുടെ കണ്ണാടിയിലേക്ക് നമ്മുടെ മുഖത്തെ നമ്മൾ പ്രതിഫലിപ്പിക്കുമ്പോ, നമ്മൾ പ്രദർശിപ്പിക്കുമ്പോ, ആ കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്ന മുഖം. കഴിഞ്ഞ കാലങ്ങളിൽ ചെറുപ്പക്കാലത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ, ഇന്ന് പ്രായമായിട്ട് നമ്മുടെ മുഖത്ത് നമ്മൾ കാണുന്ന ബലഹീനതകൾ, നമ്മുടെ പേശികളുടെ, നമ്മുടെ നാഡികളുടെ, നമ്മുടെ നരമ്പുകളുടെ ബലഹീനതകൾ, നമ്മുടെ മുഖങ്ങളിൽ ഇന്ന് ചാലുകൾ കാണുന്നു, ചുളിവുകൾ കാണുന്നു, തൊലിയുടെ ഭംഗിയും അതിന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യങ്ങളുമൊക്കെ കുറഞ്ഞു കുറഞ്ഞു കാണുന്നു. പടച്ച റബ്ബേ, എന്നും ഞാൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ, ഒരു കാലത്ത് ഞാൻ സുന്ദരനായിരുന്നല്ലോ, ഞാൻ സുന്ദരിയായിരുന്നല്ലോ, എന്റെ മുഖത്ത് യാതൊരു ബലഹീനതയും പ്രകടമായിരുന്നില്ലല്ലോ, എന്റെ ശരീരത്തിൽ യാതൊരു കുറവുകളും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ, എന്റെ പല്ലുകൾക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയുണ്ടായിരുന്നു, എന്റെ തലമുടികൾ ശക്തിയായിരുന്നു എന്ന് മാത്രമല്ല, എന്റെ വിരലുകളും എന്റെ അവയവങ്ങളുമൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. അതേ സ്ഥാനത്ത് കാലങ്ങൾക്ക് മാറ്റങ്ങൾ വന്നപ്പോ എന്റെ സമയവും എന്റെ ആയുസ്സുമൊക്കെ അത് കീഴ്പോട്ട് വന്നപ്പോ സ്വാഭാവികമായും ഉണ്ടായി മാറ്റങ്ങളിൽ നിന്ന് അല്ലാഹ് ഞാൻ സ്വയം തിരുത്താൻ തയ്യാറാകേണ്ടവനാണ്. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിച്ച ഒരു കാര്യം കാണാം. ജനങ്ങളൊക്കെ 3 തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. അന്നാസു യഖൂലൂന സലാസത അഖ്വാൽ, ജനങ്ങളൊക്കെ 3 തരത്തിലുള്ള വാക്കുകൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. വഹും യുഖാലിഫൂന ഫീഹാ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രവൃത്തികൾ നേരെ വിപരീതമാണ്. എന്താണ് ആ കാര്യം? യഖൂലൂന നഹ്നു അബീദുല്ലാഹ്, ആളുകളൊക്കെ പറയും ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, അല്ലാഹുവിന്റെ അടിമകളാണ് എന്ന് പറയാൻ മടിക്കുന്നില്ല. ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ അടിമകളാണെന്ന് പറയാൻ മടിക്കുന്നില്ല. അതേ സ്ഥാനത്ത് വഹും യഅമലൂന അമലൽ അഹ്റാർ,
സർവസ്വതന്ത്രരായ ആളുകളുടെ സംസാരമാണ്, പ്രവർത്തനങ്ങളാണ്, വിചാരങ്ങളാണ്, വിപ്ലവങ്ങളാണ് അവർ കൊണ്ടു നടക്കുന്നത്, കൊണ്ടാടുന്നത്. മഹാനായ ശതീഖുൽ ബൽഖിയുടെ വാക്ക് എത്രമാത്രം പ്രസക്തമാണ്. അള്ളാഹുവിന്റെ അടിമകളാണോ നാം? നമ്മൾ ആലോചിച്ചു നോക്കൂ. ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ഒരു സംഗതിയല്ലേ അത്. നഹനു അബീദുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അന അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനായ അല്ലാഹുവിന് കീഴ്പ്പെടേണ്ടവനാണല്ലോ. ഉടമസ്ഥനായ അല്ലാഹുവിന് കീഴ്പ്പെടുക എന്ന് പറയുന്നത് ഇത് കേവലം ഉടമസ്ഥനാണോ? അല്ല, എല്ലാ അർത്ഥത്തിലും ഉടമസ്ഥനാണ് അല്ലാഹു. എല്ലാ അർത്ഥത്തിലും മാലിക്കുൽ മുലൂക്കാണ്. സർവ ഉടമസ്ഥന്മാരുടെയും രാജാക്കന്മാരുടെയും രാജാണ്. ആ അല്ലാഹുവിന്റെ അടിമയാണെന്ന് നമ്മൾ നാവുകൊണ്ട് പറയുമ്പോഴും അല്ലാഹുവിന്റെ അടിമത്വം നമ്മുടെ കൽബിൽ നമ്മൾ എത്രത്തോളം കൊണ്ടു നടക്കുന്നു. ശതീഖുൽ ബൽഖിയുടെ വാക്കുകൾ നമ്മുടെ നെഞ്ചത്ത് തറക്കുന്നില്ലേ? അന്നാസു യഖൂലൂന സലാസത അഖ്വാൽ, മൂന്ന് വാക്കുകളാണ് ഞങ്ങൾ പറയുന്നതെന്ന് ഞാൻ പറയുമ്പോ, ശതീഖുൽ ബൽഖി പറയുമ്പോ, ഈ വാക്കുകളിലൊക്കെ അവർ പ്രവർത്തിക്കുന്നത് നേർവിപരീതമാണ്. നഹനു അബീദുല്ലാഹ് എന്ന് പറയുന്നവർ, അല്ലാഹുവിന്റെ അടിമകളാണെന്ന് പറയുന്നവർ, പറയാൻ മടിക്കാത്തവർ, വഹും യഅമലൂന അമലൽ അഹ്റാർ, എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. എന്തിനാ സ്വാതന്ത്ര്യമില്ലാത്തത്? ആരാണ് ചോദിക്കാനുള്ളത്? ആരാണ് തിരുത്താനുള്ളത്? എന്നെ ചോദ്യം ചെയ്യാൻ ആരുണ്ട്? എനിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ആരുണ്ട്? എന്റെ മുഖത്തൊന്ന് തുറിച്ചു നോക്കാൻ ശക്തിയുള്ളവരാരുണ്ട്? എന്നോട് തട്ടിക്കയറാൻ ധൈര്യമുള്ളവർ ഈ ഭൂമിയിൽ ആരുണ്ട്? എന്നിങ്ങനെയുള്ള വിടുവായുത്തങ്ങളല്ലേ പറയുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള സംസാരമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്നതിന്റെ അപ്പുറത്ത് അല്ലാഹു കാണുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലാഹു കേൾക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതൊക്കെയും യജമാനനായ അല്ലാഹു കാണുന്നുണ്ട്. അവൻ അറിയുന്നുമുണ്ട്. എന്നിട്ടും അല്ലാഹുവിന്റെ യജമാനനായ അല്ലാഹുവിന്റെ അധികാരവും പടച്ച റബ്ബിനോടുള്ള വിധേയത്വവും നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് ശതീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ജനങ്ങളൊക്കെ പറയുന്നു ഇന്നല്ലാഹ കഫീലുൻ ബിഅർസാഖിനാ, ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണോ? ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹു ഭക്ഷണം നൽകുമല്ലോ. അല്ലാഹു ഭക്ഷണം നൽകുമല്ലോ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് വേവലാതികളൊന്നുമില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആശങ്കകളൊന്നുമില്ല. കാരണം ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു റാസിഖാണ് എന്ന് മാത്രമല്ല, റസ്സാഖാണ്. അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ. അല്ലാഹുവിന്റെ ഭക്ഷണത്തിന്റെ ആനുകൂല്യമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ. നമ്മളൊക്കെ അതാണ് അനുഭവിക്കുന്നത്. അല്ലാഹുവിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. അല്ലാഹു കഫീലാണ്. അല്ലാഹു ഏറ്റെടുത്തവനാണ് ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറയുമ്പോഴും ഇന്നല്ലാഹ കഫീലും ബിഅർസാഖിനാ എന്ന് പറയുമ്പോഴും വലാ തത്മഇന്നു ഖുലൂബുഹും ഇല്ലാ ബിദ്ദുന്യാ വജംഇഹു ത്വാബിഹാ. നോക്കൂ നിങ്ങൾ, അല്ലാഹു കഫീലാണ് എന്ന് പറയാൻ മടിക്കുന്നില്ല. അതേ സ്ഥാനത്ത് വലാ തത്മഇന്നു ഖുലൂബുഹും ഇല്ലാ ബിദ്ദുന്യാ വജംഇഹു ത്വാബിഹാ. ശ്രദ്ധിക്കൂ,
നിങ്ങൾ നോക്കൂ, അല്ലാഹു കഫീലാണ് എന്ന് പറയുമ്പോൾ പക്ഷേ വലാ തത്മഇന്നു ഖുലൂബുഹും, ജനങ്ങളുടെ കൽബിന് ആശ്വാസം കിട്ടുന്നില്ല, അവർ സമാശ്വസിക്കുന്നവരല്ല. ഇല്ലാ ബിദ്ദുന്യാ വജംഇ ഹുത്വാമിഹാ, ദുനിയാവ് കണ്ടുകൊണ്ടിട്ടല്ലാതെ ഒരു പരിഹാരവും അവരുടെ മനസ്സിന് കിട്ടുന്നില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദുനിയാവിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കിട്ടുന്നത്, ആഖിറത്തിൽ നിന്നല്ല. പക്ഷേ മുന്നിൽ ദുനിയാവ് കണ്ടെങ്കിലേ ആശ്വാസമുള്ളൂ, മുന്നിൽ ദുനിയാവ് കണ്ടെങ്കിലേ ആശ്വാസമുള്ളൂ. ദുനിയാവിന്റെ സന്തോഷങ്ങളും അതിന്റെ വിറകുകളും അതിന്റെ പ്രത്യേകമായ അതിന്റെ സമൃദ്ധിയുമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ ആശ്വാസം കൊള്ളുന്നുള്ളൂ. ഇന്നെന്റെ കണ്ണിലൊന്നില്ലെങ്കിൽ, ഇന്നെന്റെ കൺമുമ്പിലൊന്നില്ലെങ്കിൽ നാളെയുടെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, നാളെ എന്തുണ്ടാകും എന്നതിനെ കുറിച്ച് ആശങ്കപ്പെട്ട് ഇന്നത്തെ രാത്രി ഉറക്കം വരുന്നില്ല. എന്നാൽ അവരോട് ചോദിച്ചാൽ പറയും, ഇന്നല്ലാഹ കഫീലുൻ ബി അർസാഖിനാ, അല്ലാഹു ആണല്ലോ ഭക്ഷണത്തിന്റെ ഭക്ഷണം ഏറ്റെടുത്തവൻ. മൂന്നാമത്തെ കാര്യം മഹാനായ ശഖീഖുൽ ബൽഖി പറഞ്ഞു, യഖൂലൂന ലാ നോക്കൂ നിങ്ങൾ, ജനങ്ങൾ പറയുന്നു ലാ ബുദ്ദ ലനാ മിനൽ മൗത്ത്, മരണം കൂടാതെ കഴിയാത്ത ഒരു കാര്യമാണല്ലോ, മരിക്കാത്തവരാരുമില്ലല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണല്ലോ, മരണം ആർക്കും കൂടാതെ കഴിയാത്തതല്ലല്ലോ എന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ വഹും യഅമലൂന അമലമൻ ലാ യമൂത്. എത്രമാത്രം അർത്ഥവത്താണ് ഈ വാക്കുകൾ. നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇന്ന് നമുക്കുള്ള ശക്തികളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. മോനെ, നിന്റെ കണ്ണുകൊണ്ട് നീ നിന്റെ കൈക്കുമ്പിൽ ഒതുക്കി വെച്ചിട്ടുള്ള മൊബൈലിലേക്ക് നീ നോക്കുമ്പോ നിന്റെ കണ്ണുകൾ തറക്കുന്നത് ഹലാലിലാണോ ഹറാമിലാണോ എന്ന് സംസാരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണ് വെട്ടിച്ച് വേണ്ട കാര്യങ്ങൾ അവരവരാഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനുള്ള അവസ്ഥകളും അത്തരം സന്നദ്ധതകളിലുമാണ് മനുഷ്യരുള്ളത്, ചെറുപ്പക്കാരുള്ളത് എങ്കിൽ നിങ്ങൾ ആലോചിക്കണം. ശഖീഖുൽ ബൽഖി പറയുന്നു, മരണം കൂടാതെ കഴിയാത്ത ഒന്നാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു നാവുകൊണ്ട്. പക്ഷേ വഹും യഅമലൂന അമലമൻ ലാ യമൂത്, മരിക്കൂല എന്ന് തോന്നിപ്പോകും അവരുടെ പ്രവർത്തനം കണ്ടാൽ. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മോട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു, നമ്മ ഉണർത്തി, നിരന്തരം ഉണർത്തി. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ സത്യവിശ്വാസികളായ നമ്മുടെ കൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിലേക്ക് വന്നാൽ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ നാവുകൾ, നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും നമുക്ക് നേരാവണ്ണം ചലിപ്പിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. അതേ സ്ഥാനത്ത് അല്ലാഹു എന്ന ചിന്ത നമ്മുടെ കൽബിലേക്ക് വരാതെ അത് നമ്മുടെ നാവിൽ മാത്രം തത്തിക്കളിച്ചാൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അസാധ്യം തന്നെ, യാതൊരു സംശയവും അതിലില്ല. മാറ്റങ്ങൾ എന്ന് പറയുന്നത് അസാധ്യം തന്നെ. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അശ്രദ്ധ, ഗഫ്ലത്ത് എന്ന് പറയുന്നത്, ശ്രദ്ധ കുറവ് എന്ന് പറയുന്നത്, മറന്നുപോകുക എന്ന് പറയുന്നത്, ആലോചനക്കുറവ് എന്ന് പറയുന്നത്, ഇതാണ് യഥാർത്ഥത്തിൽ എന്റെയും നിങ്ങളുടെയും കൂടപ്പിറപ്പ്. ആലോചനക്കുറവ്, ഈ ഗഫ്ലത്ത് നമ്മുടെ ജീവിതത്തിൽ തസീദു ഹസ്റ,
അത് ഹസ്രത്തിനെ ഉണ്ടാക്കും, നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. തുസീലുൽ ഹസ്രത വ തുസീലുൻ നിഅമ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ അത് ഇല്ലായ്മ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധ എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കടിഞ്ഞാൺ. ഞാൻ പറഞ്ഞല്ലോ, തൊഴിലില്ലായ്മയാണ് രാത്രി ഉറക്കൊഴിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പാതിരാ സമയത്ത് ഏതെങ്കിലും ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മുടെ മൊബൈലിന്റെ വെളിച്ചങ്ങൾ മാത്രം കാണുന്ന ചില സമയങ്ങൾ, നമ്മൾ കാണാത്ത സമയം ഏതാണുള്ളത്? ചില സമയമെന്നല്ല, ഇരുട്ടുള്ള സമയത്ത് മൊബൈലിന്റെ വെളിച്ചങ്ങൾ മാത്രം കാണുന്നു. എന്താണ്, ഏതാണ്, ആരോടാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എന്തെല്ലാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ശ്രദ്ധ കുറവാണ്. പടച്ച റബ്ബേ, എന്റെ ആരോഗ്യം, എന്റെ ആയുസ്, ഈ പറമ്പിൽ, ഈ മൈതാനിയിൽ, ഈ റോഡ് സൈഡിൽ, ഈ ഇലക്ട്രിക് പോസ്റ്റിൽ, ഇങ്ങനെ തുടങ്ങി ഈ വെയിറ്റിംഗ് ഷെഡിൽ, ഈ സിനിമാ തിയേറ്ററിൽ, നമ്മൾ എവിടെയാണോ സാമൂഹിക ദുരന്തങ്ങള്, സാമൂഹ്യ ദ്രോഹികളുടെ താവളങ്ങള്, അതിന്റെ വിളയാട്ടങ്ങള്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കേണ്ടി വരുന്നു. ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, ഈ കുറ്റകൃത്യങ്ങളിൽ ഒട്ടുമിക്ക പങ്കും എന്ന് മാത്രമല്ല, ഇതിലേറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളാണ്. കാരണം ഒരു സ്വകാര്യതയെക്കുറിച്ച് ആരും കാണാത്ത, കേൾക്കാത്ത സീക്രസി, സ്വകാര്യതകള് നമ്മുടെ മൊബൈലുകള് നമ്മൾ പ്രത്യേകം പാറ്റേൺ വെച്ച് കൂട്ടിവച്ചിരിക്കുകയാണ്. മെസ്സേജുകൾക്ക്, അതേപോലെ വാട്സപ്പിന്, ഫേസ്ബുക്കിന്, അതുപോലെ തന്നെ ഓരോ സംഗതികൾക്കും വേറെ വേറെ ലോക്കിട്ടുകൊണ്ട് ആരും അത് കാണരുത്, ആർക്കു മുമ്പിലും അത് തുറക്കപ്പെടരുത്. സഹോദരാ, സഹോദരി, ഇത് തുറക്കപ്പെട്ട ഒരവസ്ഥയിൽ യജമാനനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഇത് സർവത്രവും തുറക്കപ്പെട്ടതാണെന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കുറ്റകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെയും കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത്, നമ്മുടെ സമൂഹത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നത്, വ്യഭിചാരങ്ങൾ നടക്കുന്നത്, അൽ ഐനാനി സിനാഹുമൻ നളർ വല്ലുദ്നാനി സിനാഹുമസ്സമാ. നോക്കൂ നിങ്ങൾ, കണ്ണുകൊണ്ട് കാണും, കാതുകൊണ്ട് കേൾക്കും, കൽബുകൊണ്ട് വിചാരിക്കും. അതേ സ്ഥാനത്ത് നിന്റെ ഔറത്ത്, നിന്റെ ലിംഗം അത് സാർത്ഥവൽക്കരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വ്യഭിചാരത്തിന്റെ കറകളിൽ നിന്ന് ആരാണിന്ന് ശുദ്ധമായിട്ടുള്ളത്? ഒന്നാലോചിച്ചു നോക്കൂ. വ്യഭിചാരത്തിന്റെ കറകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം തന്നെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിന്റെ കറകൾ എല്ലാവരിലും മള്ളിപ്പിടിച്ചിട്ടുണ്ടോ? കാരണം കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് നോട്ടം, കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ് കേൾക്കലുകൾ, കൽബ് കൊണ്ടുള്ള വ്യഭിചാരമാണ് മനനങ്ങൾ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ, അതിനാവശ്യമായ ഉപകരണങ്ങൾ നമ്മുടെ കൈക്കുമ്പിളിലാണ്. ആരുടെയും ശർറില്ല, ആരുടെയും നിയന്ത്രണങ്ങളില്ല, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അതിൽ ഒക്കിട്ട് നമ്മളെ നിയന്ത്രിച്ചു വച്ചിട്ടുണ്ട്. യജമാനനായ അല്ലാഹുവിന്റെ മുമ്പിൽ നീ അടിമയാണെന്ന് പറയുമ്പോൾ വഹും യഅമലൂന അമലൽ അഹ്റാർ, അല്ലാഹുവിന്റെ മുമ്പിൽ നീ സ്വതന്ത്രനാണ് എന്ന വിധത്തിലല്ലേ നീ പ്രവർത്തിക്കുന്നത്? ഈ വാക്ക് എത്രമാത്രം അർത്ഥവത്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സഹോദരന്മാരെ, നമ്മുടെ ചെറുപ്പക്കാരുടെ കൽബ് ഇന്ന് നശിച്ചു പോകുന്നത്, അതിലേക്ക് അള്ളാഹുവിന്റെ നൂറ് തട്ടാതെ പോകുന്നത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അവരുടെ കൽബിലേക്ക് വരാതെ പോകുന്നത്, അവരുടെ കണ്ണിലും കൽബിലും സീരിയലുകളും സിനിമകളും നഗ്ന ചിത്രങ്ങളും അശ്ലീല വാർത്തകളും ചിത്രങ്ങളിലും അവർ അഭിരമിച്ചു എന്ന കാരണം കൊണ്ടാണ്.
ഇത്തരം അഭിരാമങ്ങളല്ലേ, ഇത്തരം ആജ്ഞകളല്ലേ, ഇത്തരം മുന്നേറ്റങ്ങളല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഛിദ്രതകൾ ഉണ്ടാക്കിയത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്, നമ്മുടെ മനസ്സുകളെ മലിനപ്പെടുത്തിയത്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഒരു കാലത്ത് നമുക്ക് കറുത്ത മുടികളുണ്ടായിരുന്നു. ആ മുടികൾ വെളുത്തതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ശരീരത്തിന്റെ ശക്തിക്ക് ബലക്ഷയം സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാതെ പോയല്ലോ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, മഹാനായ നബിയുല്ലാഹി യാക്കൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നബിയാണ്, ബനൂ ഇസ്രായേലിന്റെ പിതാവാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം അസ്രായീൽ അലൈഹിസ്സലാമുമായി നല്ല സൗഹൃദത്തിലാണ്. കൂറ്റമ്പാറ ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല പ്രസംഗം നമുക്ക് കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് ആയതുകൊണ്ട് എല്ലാവരും വളരെ നേരത്തെ തന്നെ എത്തി വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. അതോടൊപ്പം ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് അടക്കം എല്ലാവരും നമ്മുടെ മജ്‌ലിസിൽ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പടച്ച റബ്ബ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്തിലാക്കി തരട്ടെ. പരിപാടിക്ക് എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ബക്കറ്റ് പിരിവ് എന്നൊക്കെ പറഞ്ഞാല് അതിങ്ങനെ കുറച്ച് നാണയത്തുട്ടുകൾ ഇട്ട് കൊടുക്കുകയല്ല, നല്ല സംഖ്യ തന്നെ എല്ലാവരും കൊടുത്ത് പരിപാടി ഗംഭീരമാക്കണം. കാരണം സംഘാടകർ ഈ പരിപാടി ഇങ്ങനെ നടത്തുമ്പോ ഇനിയും സംഘടിക്കാനുള്ള ആവേശവും അതിനുള്ള താല്പര്യവും കിട്ടണമെങ്കിൽ അത് നമ്മുടെ സഹകരണം, ഇവിടെ എടുത്ത് നമ്മുടെ ഈ മഹല്ലത്തുകാരും നന്നായി സഹകരിക്കുന്നവരുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാവരും എല്ലാ അനൈക്യങ്ങളും മറന്ന് നമ്മൾ ഒന്നായി ഈ വഅല് കേൾക്കാൻ എത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ നാട്ടിൽ സന്തോഷവും ഐക്യവും ഇസ്സത്തും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നല്ല റാഹത്തും കെട്ടുറപ്പും അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. സൗകര്യങ്ങള് ഇത്രയും വിശാലമായ ഗ്രൗണ്ട് ഉണ്ടായിട്ടും പിന്നെയും സൗകര്യപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ വേണേ നീട്ടാം, കുറച്ചുകൂടെ മുന്നിലേക്ക് പറ്റുന്ന കുറച്ചുകൂടെയൊക്കെ സൗകര്യപ്പെടുത്താം. സൈഡിലൊക്കെ ഇൻഷാ അല്ലാഹ് ബെഞ്ചിട്ടാൻ പറ്റും. എല്ലാവരും ഇൻഷാ അല്ലാഹ് ബർക്കത്ത് ചെയ്ത് നടക്കട്ടെ. എന്റെ വഴി മറുസ്ഥാനത്ത് എത്തും, ഞാൻ നിർത്തും. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അസ്രായീൽ അലൈഹിസ്സലാമുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം അസ്രായീൽ അലൈഹിസ്സലാം ഒരു ദിവസം യാക്കൂബ് നബിയെ സന്ദർശിച്ചപ്പോ മഹാനവറുകൾ ചോദിച്ചു, അസായിറൻ ജിഅത അം ഖാബിള? ഒരു കേവല സന്ദർശനം ഉദ്ദേശത്തോടുകൂടെയാണോ വന്നത്, അതോ റൂഹ് പിടിക്കാനാണോ വന്നത്? മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബൽ സായിറ, ഒരു കേവല സന്ദർശകൻ എന്ന നിലക്കാണ് ഞാൻ ഇപ്പോൾ വന്നത്. എന്നാൽ എനിക്കൊരു ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? അത് മറ്റൊന്നുമല്ല, അൻ തുഅല്ലിമനി ഇദാ ദനാ അജലി, എന്റെ അവധി എത്തിയാൽ ഒരു വിവരം എനിക്ക് നൽകണം. നല്ല ബന്ധമാണ് ഇസ്രായേൽ അലൈഹിസ്സലാം യാക്കൂബ് നബി തമ്മിൽ നല്ല ബന്ധമാണ്. അജലെത്തിയാൽ ആ വിവരം ഒന്ന് അറിയിക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, ഞാൻ നേരിട്ട് വന്ന് അജലെത്തി എന്ന് പറയലായിരിക്കൂല, മറിച്ച് ഉർസിലു ഇലൈക റസൂലൈൻ ഔ സലാസത റുസുൽ, ഒന്നിരിക്കൽ രണ്ടാളുകളെ പറഞ്ഞേക്കും, അല്ലെ മൂന്നാളെ പറഞ്ഞേക്കും. എമ്പാടുമല്ലോ, ഒരാള് മാത്രല്ല, രണ്ടല്ല, മൂന്നാളെ തന്നെ പറഞ്ഞേക്കും. ശരി. പിന്നീട് മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു. യാക്കൂബ് നബി ഇതേ ചോദ്യം ചോദിച്ചു, ഖാബിലൻ ഔ സായിറാ, റൂഹ് പിടിക്കാനാണോ വന്നത്, അതോ കേവല സന്ദർശനത്തിനാണോ വന്നത്? നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിപരീതമായി ഇസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബൽ ഖാബിള,
ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് റൂഹ് പിടിക്കാനും തന്നെയാണ്. ഞാൻ സന്ദർശനത്തിന് കേവല സന്ദർശകനായിട്ടല്ല, റൂഹ് പിടിക്കാനാണ് ഞാൻ വന്നത്. യാക്കൂബ് നബി ചോദിച്ചു, അല്ല നമ്മൾ തമ്മിലൊരു കരാറുണ്ടല്ലോ, അജലെത്തുന്നതിന്റെ മുമ്പൊന്ന് അറിയിക്കണമെന്നൊരു കരാറുണ്ടല്ലോ. അജലെത്തിയപ്പോഴാണല്ലോ നിങ്ങൾ റൂഹ് പിടിക്കാൻ വന്നത്. അപ്പോൾ അജലെത്തുന്നതിന്റെ മുമ്പുള്ള കരാർ നിങ്ങൾ പാലിച്ചില്ലല്ലോ. നിങ്ങൾ എന്തേ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മരണത്തെ കുറിച്ച് ബേജാറുണ്ടായിട്ടല്ല. പക്ഷേ കരാറിനെ കുറിച്ച് ചോദിച്ചപ്പോ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ കരാറ് പാലിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെന്താ പറയുന്നത്? ഞാൻ കരാറ് പാലിച്ചിട്ടുണ്ട്. അർസൽതു ഇലൈക റുസുലാ, ഞാൻ നിങ്ങളിലേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ച് നിങ്ങളുടെ സമയമായിട്ടുണ്ടെന്ന വിവരം ഞാൻ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഓ, അതെന്താ? മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അതേതാണ്? നിങ്ങൾ ഉദ്ദേശിച്ച ദൂതന്മാരേതാണ്? എന്റെ അജലെത്തിയതിനെ കുറിച്ച് എനിക്ക് സന്ദേശം നൽകാൻ നിങ്ങൾ പറഞ്ഞയച്ച ദൂതന്മാരേതാണ്? അതാരൊക്കെയാണ്? ബയാലു ശഅരിക ബഅദ സവാദി. നിങ്ങൾ നമ്മുടെ യുവത്വത്തിന്റെ കോമളനായ ഒരു യുവാവ് തന്റെ യുവത്വത്തെ കുറിച്ചുള്ള ചിന്ത എത്രത്തോളം ആഴത്തിൽ അവൻ നടത്തേണ്ടതുണ്ടെന്ന് ആലോചിക്കണം. ബയാലു ശഅരിക ബഅദ സവാദി. നിന്റെ മുടി ഒരു കാലത്ത് നല്ല കറുത്ത മുടിയായിരുന്നു, ഇപ്പോൾ ആ മുടി വെളുത്തിരിക്കുന്നു, അതിൽ വെള്ളകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഒരു ദൂതൻ. നിന്റെ ശരീരത്തിന് ബലഹീനത ബാധിച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ബലഹീനതയുമില്ലാതെ നല്ല കായിക ശേഷിയുള്ള, ബലമുള്ള, ഉറപ്പുള്ള, നല്ല സ്ഥൈര്യമുള്ള ശരീരമായിരുന്നു, നല്ല സ്റ്റാമിനയുള്ള ശരീരമായിരുന്നു. ഇന്ന് നിന്റെ ശരീരത്തിന് ബലഹീനതകൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നബിയെ, നിങ്ങളുടെ ശരീരത്തിന് ദുൽഫ് സംഭവിച്ചിട്ടുണ്ടല്ലോ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് മൂന്നാമത്തെ റസൂലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. വൻഹിനാഉ ജിസ്മിക ബഅദ ഇസ്തിഖാമതിഹി. നിന്റെ ശരീരം നല്ല വടിവൊത്ത ശരീരമായിരുന്നു. ആ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള നടന്നാൽ ഒരു ക്ഷീണവുമില്ല, പണിയെടുത്താൽ യാതൊരു അല്ലുമില്ല, ഒരു കുഴപ്പവുമില്ല, എപ്പോഴും നല്ല വടിവത്ത ശരീരമായിരുന്നു. ഇന്നിപ്പോൾ ഈ ശരീരത്തിന് ശരീരത്തിന് ബലഹീനതകൾ സംഭവിച്ചു, ശരീരം മെലിഞ്ഞുപോയി, ചുളിവ് സംഭവിച്ചു, ശേഷികൾക്കൊക്കെ കുറവുകൾ സംഭവിച്ചു, നാഡിയും നരമ്പുമൊക്കെ ക്ഷീണിച്ചുപോയി, ക്ഷയിച്ചുപോയി. ഈ മൂന്ന് അടയാളങ്ങൾ, ഇത് അടയാളമായിരുന്നില്ല, കേവല അടയാളമായിരുന്നില്ല, അജലത്തി എന്നതിന്റെ സൂചനയായിട്ട് നിങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങളായിരുന്നു, നിങ്ങളിലേക്ക് പറഞ്ഞയച്ച ദൂതന്മാരായിരുന്നു. ആ ദൂതന്മാര് വന്നത് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതെ പോയി? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഈ പാഠമുണ്ടായത്. യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ആള് തന്നെയാണ്. അതേ സ്ഥാനത്ത് സാധുക്കളായ നമുക്ക് സന്ദേശമായിട്ടാണ്. അതുകൊണ്ട് യുവാവാകുമ്പോൾ, യുവതിയാകുമ്പോൾ, നമ്മുടെ ബാല്യവും നമ്മുടെ കൗമാരവും നമ്മുടെ യൗവനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചിന്തകളില്ലാത്ത കാലമായി, പ്രായമായി പോകല്ല. തിരുത്താനുള്ള ശക്തിയാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത്. തിരുത്താനുള്ള ശക്തി നമുക്ക് വേണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് അത് നമ്മുടെ കൽബിലുണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് തന്നെ, നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കണം.
അമാനത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഉടമസ്ഥരായ അള്ളാഹു നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യമാണത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ തന്നെയാണ്. നമ്മുടെ ശരീരം നമ്മൾ തന്നെ അപായപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരം നമ്മൾ തന്നെ അപകടപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ബലഹീനതകളും ക്ഷീണങ്ങളും ബലക്ഷയങ്ങളും രോഗങ്ങളും രോഗാണുക്കളെയും നമ്മൾ തന്നെ വലിച്ചു കൊണ്ടുവരികയാണ്. ഭക്ഷണത്തിന് നിയന്ത്രണമില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ കായിക ശേഷി വീണ്ടെടുക്കാനോ അതിനും നമ്മൾ വേറെ തരത്തിലുള്ള ഉപദ്രവങ്ങൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുകയാണ്. ഭക്ഷണത്തിന് നിയന്ത്രണങ്ങളില്ല, ഉറക്കിന്, അതുപോലെയുള്ള സംസാരങ്ങൾക്ക്, ചിന്തകൾക്ക്, ഇങ്ങനെ തുടങ്ങി ലഹരി വസ്തുക്കൾ അടക്കമുള്ള സംഗതികൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ അപായപ്പെടുത്തുമ്പോ അള്ളാഹു വിശ്വസിച്ച് നമ്മെ ഏൽപ്പിച്ച നമ്മുടെ ശരീരം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എന്തൊക്കെയാണ് പടച്ചോൻ തന്നപ്പോ നമ്മുടെ ശരീരത്തിലുണ്ടായത്, അതൊക്കെ അപ്പടി തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൽ നിന്നൊന്നും വെട്ടിമാറ്റാൻ പറ്റൂല, അതിൽ നിന്നൊന്നും മുറിച്ചു മാറ്റാൻ പറ്റൂല. ആ ശരീരം അപ്പടി തിരിച്ച് മിൻഹാ ഖലഖനാകും, നിങ്ങളെ പടച്ച ആ മണ്ണിലേക്ക്, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇതാണ് അമാനത്ത്. ശരീരത്തോട് കാണിക്കേണ്ട അമാനത്താണത്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, നാശങ്ങളിലേക്ക് നിങ്ങളെ തന്നെ തള്ളിവിട്ടുപോയാൽ നിങ്ങൾ പിന്നെ ഖേദിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അപ്പോൾ രാത്രിയുടെ ഉറക്കം, വജഅൽനൽ ലൈല ലിബാസ. നോക്കൂ നിങ്ങൾ, വജഅൽനൽ ലൈല ലിബാസ. രാത്രിയുടെ ഉറക്കിന് നിയന്ത്രണമില്ല എങ്കിൽ രാത്രിയുടെ ഉറക്ക് അത് വേണ്ടതുപോലെ നിർവഹിക്കുകയും ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഉറക്കം കൊടുക്കാതെ ആവശ്യത്തിലപ്പുറം ആവശ്യം പോയിട്ട് തികച്ചും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മൾ ക്ഷീണിപ്പിച്ചാൽ അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മുടെ ശരീരത്തെ നമ്മൾ അപായപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നു. മനുഷ്യന്റെ രാവും പകലും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സമയമെന്ന് പറയുന്നത്, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് ഈ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും അതെല്ലാം കൂടിയിട്ടുള്ള ദിവസങ്ങളും, ദിവസങ്ങൾ കൂടിയുള്ള ആഴ്ചകളും, ആഴ്ചകൾ കൂടിയുള്ള മാസങ്ങളുമാണല്ലോ കൊല്ലം. ഈ വർഷങ്ങൾ നമ്മൾ വിരലുകൊണ്ട് എണ്ണിക്കണക്കാക്കിയാലുള്ള വർഷങ്ങളാണല്ലോ നമുക്കിവിടെ ജീവിക്കാനുള്ളത്. പക്ഷേ ആ വർഷങ്ങൾ വരുന്നത് മാസങ്ങളിൽ നിന്നാണ്, മാസങ്ങളാകുന്നത് ആഴ്ചകളെ കൊണ്ടാണ്, ആഴ്ചകൾ ദിവസങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്, ദിവസങ്ങൾ മണിക്കൂറുകളെ കൊണ്ടും മണിക്കൂറുകൾ മിനിറ്റുകളിലൂടെയും, മിനിറ്റായി തീരുന്നത് സെക്കൻഡുകളാണ്, സെക്കൻഡുകൾ മൈക്രോ സെക്കൻഡുകളാണ്. മനുഷ്യന്റെ സമയം എത്ര വിലപ്പെട്ടതാണ്. വർത്തമാനകാലത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം സമയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തീരെ വിലയില്ലാത്ത ഒരു സംഗതിയായി പോയി. കിട്ടിയാൽ കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത, നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരു സംഗതിയുണ്ട് എങ്കിൽ അത് സമയം മാത്രമാണ്. എന്നെ ഒന്ന് കൊന്നുകളയൂ എന്ന് ആ ലോകത്തോട് ആവശ്യപ്പെടുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. ദയാവധം നടത്തിത്തരൂ, ദയാവധത്തിന് അപേക്ഷ സമർപ്പിച്ചവർ എത്ര പേര് അങ്ങനെ എത്ര പേര് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് ജീവിക്കണ്ട, എന്റെ ആയുസ് നിങ്ങൾ എടുത്തോളൂ. അതേ സ്ഥാനത്ത് ഒരു മണിക്കൂർ, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം എങ്ങാനും ആയുസ് അധികം കിട്ടിയാൽ കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിക്കാൻ തയ്യാറുള്ളവർ നമ്മുടെ ലോകത്ത് എത്ര പേരുണ്ട്? ഈ രണ്ട് വിഭാഗവും തമ്മിൽ യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും നടക്കുന്നില്ലല്ലോ, നടക്കുകയുമില്ല.
ഇതാണ് സമയത്തിന്റെ വില. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നോക്കൂ നിങ്ങൾ, മെഡിക്കൽ കോളേജ്, ആശുപത്രികളിൽ ഇങ്ങനെ കിടപ്പറകളിൽ, കടത്തിണ്ണകളിൽ, അങ്ങാടികളിൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ജന്മങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ പാഴായി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന, ഒന്ന് കൊന്നുകളയൂ എന്നാവശ്യപ്പെടുന്ന, ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്ന എത്രയെത്ര ജീവനുകൾ ഇവരിൽ നിന്നൊക്കെ ആയുസ് വാങ്ങിയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഉണ്ട്? എത്ര പേരുണ്ട്? നമ്മളൊക്കെ അല്ലേ ആയുസ്സൊന്ന് നീട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഒരു മാസത്തെ അവധി, ഒരു മാസത്തെ ആയുസ് അധികം തന്നാൽ, ഒരു മാസത്തെ ജീവിതം സംഭാവനയായി തന്നാൽ, ഒരു വർഷത്തെ ജീവിതം വിലക്കെട്ടിയാൽ കോടികൾ ഡോളറായി കൊടുക്കാം. നോക്കൂ നിങ്ങൾ. പക്ഷേ ഇത് രണ്ടും തമ്മിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നടക്കൂല. ഇതാണ് അജലിന്റെ കാര്യം, ഇതാണ് നമ്മുടെ ആയുസ്സിന്റെ കാര്യം. നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ട ഒരു വിഷയം. നമ്മുടെ ആധുനികമായ വിവര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി, മൊബൈൽ ഫോണുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ കുന്നുകളഞ്ഞ സമയം എത്രമാത്രം ഉണ്ട് ആലോചിക്കേണ്ടതല്ലേ? ജോലിയെടുക്കേണ്ട, ആ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ജോലിക്കിടയിൽ അനാവശ്യമായി വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഉപയോഗപ്പെടുത്തി ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാത്ത എത്ര പേർ ഇന്ന് നമുക്ക് കാണാൻ പറ്റും? എത്രയോ ആളുകൾ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാത്ത എത്രയെത്ര ആളുകൾ. ആത്മാർത്ഥത ചെയ്യണം എന്നൊക്കെയുണ്ട്, പക്ഷേ ഓരോ സമയത്തും ഇതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. ഓരോ സമയത്തും മലയാളിയുടെ സർവീസ് മൈൻഡ് ഒരു ചർച്ചയാണ്. എപ്പോഴാണ് ജോലിക്ക് പോകേണ്ടത്? എപ്പോഴാണ് ജോലി നിർത്തേണ്ടത്? ഏറ്റ ജോലി എന്നാണ് പോകേണ്ടത്? എപ്പോഴാണ് ചെയ്തു കൊടുക്കേണ്ടത്? എന്നാണ് ചെയ്തു തീർക്കേണ്ടത്? എന്നതിനെ കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ധാർമ്മികതയും, യാതൊരു തരത്തിലുള്ള സദാചാരബോധവും, ഒരു സദാചാര നിഷ്ഠയുമില്ലാത്ത ഒരു സമൂഹമായി, അങ്ങനെ ഒരു സമൂഹം, ഒരു കൂട്ടം തമ്മിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെയും അടിസ്ഥാന പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. നമ്മുടെ അശ്രദ്ധ, ഗഫലത്ത് എന്ന് പറയുന്നത്, അശ്രദ്ധ എന്ന് പറയുന്നത്. എന്റെ ഈ ആയുസിന്റെ വില എത്രമാത്രം വലുതാണ്, എനിക്ക് വേസ്റ്റ് ആകുന്ന ഈ സമയം എങ്ങനെ തിരിച്ചു കിട്ടാൻ പറ്റും? പാഴാവുന്ന സമയം അതെങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റൂല. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെയും ഒരുപക്ഷെ തിരിച്ചു കിട്ടുമെങ്കിൽ, നഷ്ടപ്പെട്ടതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട്, അത് പകരമായിട്ട് ഏതെങ്കിലും തരത്തിൽ അത് സ്വായത്തമാക്കാമെങ്കിൽ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താ വിഷയം. ഇന്നത്തെ ഏറ്റവും വലിയ ചിന്താ വിഷയം ഇതാണ്. പാഴായി പോകുന്ന സമയങ്ങൾ, പാഴായി പോകുന്ന ആരോഗ്യം. പാഴായി പോകുന്ന ആരോഗ്യം ഒരിക്കലും നമുക്ക് താങ്ങി നിർത്താൻ കഴിയില്ല. ബദലുകൾക്കൊക്കെ ഒരു പരിധിവരെ അതിന്റെ ഒരു പരിഹാരമുണ്ട്, ഒരു പരിധിയുണ്ട്. പരിഹാരമാണെങ്കിലും അതിനൊരു പരിധിയുണ്ട്. അതേ സ്ഥാനത്ത് ക്ഷയിച്ചുപോയ ആരോഗ്യം, അത് ആരോഗ്യം തന്നെയാണ്, അത് നഷ്ടം തന്നെയാണ്, കനത്ത നഷ്ടം തന്നെയാണ്. ഈ ആരോഗ്യം നമ്മളെങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയത്? നമ്മുടെ ആയുസ് നമ്മളെങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയത്? സുബ്ഹാനല്ലാഹ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പറ്റൂല.
നിശ്ചയിച്ച അവധി അതിന്റെ സമയത്ത് തന്നെ നടക്കും, നിശ്ചയിച്ചതുപോലെ നടക്കും. നമ്മുടെ നിശ്ചയങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ മാറ്റിവെക്കും. ഞാൻ പ്രസംഗിക്കണമെന്ന് കരുതിയിരുന്നു, അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. ഇന്ന് പ്രസംഗിക്കണം എന്നാണ് അള്ളാന്റെ തീരുമാനം. ഇത് നമ്മുടെ കാര്യമാണ് എങ്കിൽ നാളെ മരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അത് മിനിഞ്ഞാന്നത്തെ വഅദ് പോലെയാകൂല. ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അത് നാളത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമാണ് എങ്കിൽ അത് നമ്മുടെ വിഷയമാണെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം ഒരിക്കലും മാറ്റത്തിന് വിധേയമല്ലാതെ തീരുമാനം തന്നെയാണ്. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ചിന്തിക്കാൻ ആവശ്യമായ സംഗതികളൊക്കെ നൽകിയിട്ടുണ്ട്, നിനക്ക് നന്നാകാൻ ആവശ്യമായ ആയുസ്സും നൽകിയിട്ടുണ്ട്. ഈ ആയുസ്സിന്റെ അകത്ത് ആലോചിച്ചോ ചിന്തിച്ചോ എന്ന് പറഞ്ഞ് ഫദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഉപദേശം അത് ഈമാനുള്ളവർക്ക് ഫലിക്കുമെന്ന് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ നബി തങ്ങളുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ പഴപ്പിക്കാനാണ് ഇബ്ലീസിനെ ഞാൻ പടച്ചതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്ലീസിനെ കരുതിക്കോ എന്നും പടച്ച റബ്ബ് സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആലോചിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എത്രയും എല്ലാം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. അവരും നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. എന്താ കുറവുള്ളത്? എന്താണ് കുറവുള്ളത്? ഒരു കുറവുമില്ല. പടച്ച റബ്ബ് എല്ലാം സംവിധാനിച്ചിട്ടുണ്ട്. യജമാനനായ അല്ലാഹു ആ അല്ലാഹുവിനെ മറന്നു എന്നതാണ് കാരണം. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും അത് വളരെ വിലപ്പെട്ടതാണ്. ഈ വിലപ്പെട്ടതാണ് എന്ന ചിന്ത നമുക്കുണ്ട് എങ്കിൽ നമുക്ക് വേസ്റ്റായി പോകുന്ന പാഴായി പോകുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക. സുബ്ഹാനല്ലാഹ്, ഇക്കിളിപ്പെടുത്താനല്ല, ആസ്വദിക്കാൻ എത്ര സുഖകരവും എത്ര ആസ്വാദകരവുമാണ് പരിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ആ ഖുർആനിനോളം ഇമ്പമുള്ള പാട്ട് ഏതാണ്? ആ ഖുർആനിനോളം മധുരമുള്ള ഗീതമേതാണ്? ആ ഖുർആനിന്റെ വശ്യതയുള്ള വരികൾ ലോകത്ത് മറ്റെന്തെങ്കിലുമുണ്ടോ? ഒന്നുമില്ല. നമ്മളാണെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാണ്. എന്നിട്ടോ നമ്മൾ അഭിരമിക്കുന്നത് പാട്ടിന്റെ ലോകത്താണ്. അടച്ചുപൂട്ടപ്പെട്ട ചെവികളാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത്. ബസ്സിൽ കയറിയാൽ, നടുറോട്ടിലൂടെ നടന്നാൽ, എന്തിനേറെ പറയുന്നു റെയിൽപാളം മുറിച്ചു കിടക്കുന്നിടത്ത് പോലും, വിമാനത്തിലായാലും തീവണ്ടിയിലായാലും ബസ്സിലായാലും അടച്ചുപൂട്ടപ്പെട്ട ഈ കാതുകൾ നമുക്ക് വരുത്തുന്ന നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അടച്ചുവെക്കപ്പെട്ടത് നമ്മുടെ ചെവികൾ മാത്രമല്ല, പൂട്ടിവെച്ചത് നമ്മുടെ കാതുകൾ മാത്രമല്ല, നമ്മുടെ കൽബുകളും അതിന്റെ ഒപ്പം പൂട്ടിവെച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് എത്ര പേര് ആലോചിച്ചു പോയി? രാത്രി സമയത്ത് നമുക്ക് ഉറക്കം വേണോ? എങ്കിൽ പാട്ട് കേൾക്കണം. പാടൂ. ഇങ്ങനെ പാട്ടിന്റെ ലോകം പടക്കുന്നു, പാട്ടിന്റെ ലോകം സൃഷ്ടിക്കുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ചിന്തിക്കാൻ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, ആരംഭപ്പൂവായ മുത്ത് നബിയെ കുറിച്ച് നമ്മുടെ കൽബിലേക്ക് ഇശ്ഖിന്റെ ആശയങ്ങൾ വിതറിത്തരാൻ ആവശ്യമായ പരിശുദ്ധമായ മധുകാവ്യങ്ങളും പാടുമുണ്ട്. അത് കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു തിരുത്തിന്റെ ഒരു മാതൃക തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. SSFന്റെ സാഹിത്യോത്സവ
ഈ സാഹിത്യോത്സവങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ ഇമ്പമാർന്ന മദ്ഹഗീതങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മുതഅല്ലിമീങ്ങൾ നല്ല വശ്യതയാർന്ന ശൈലിയിൽ നല്ല ഈണത്തിൽ ബുർദയും അതുപോലെ തന്നെ ഭാരത് സുആദയും ഒക്കെ പാടുമ്പോ നമ്മളറിയാതെ ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചേരുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതൊരു തിരുത്തായിരുന്നു, അതൊരു ബദലിന്റെ സൃഷ്ടിപ്പായിരുന്നു. അതേ സ്ഥാനത്ത് പാട്ടിന്റെ ലോകം പടച്ചുകൊണ്ട് അശ്ലീലതകളിൽ നിന്ന് മാത്രം പിന്നെയും പിന്നെയും അശ്ലീലതകളിൽ അഭിരമിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ചുള്ള ഖൽബ്, പടച്ച റബ്ബിനെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും ചിന്തിക്കുന്ന ഒരു ഖൽബ് സൃഷ്ടിക്കാൻ മദ്ഹഗീതങ്ങളും വശ്യതയാർന്ന ബുർദയും അതുപോലെ തന്നെ ഖസീദകളും നമുക്ക് കാരണമായിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ കേൾക്കേണ്ടത് തന്നെ. അങ്ങനെ ഒരു ബദലുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ആ ബദലുകളിലൂടെ ഒരു തിരുത്തിലൂടെ നമ്മുടെ ജീവിതത്തെ സമൃദ്ധമാക്കാനും നമ്മൾ മുന്നോട്ട് വരണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ വഴിമാറുകയാണ്. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് എത്തിയിട്ടുണ്ട്. വളരെ ആവേശത്തോടുകൂടെ നമ്മൾ കൂറ്റമ്പാറ ഉസ്താദിനെ കാത്തിരിക്കുകയെന്ന് എന്നെ കേൾക്കുകയല്ല, നിങ്ങൾക്കറിയാം. ഞാനത് മുതലെടുത്തതാണ്. കൂറ്റമ്പാറ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമ്മോട് സംസാരിക്കും. അർഹമുർ റഹീമീനായ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ദീനീ ഖിദ്മത്തിന്റെ മേഖലയിൽ വഅളും നസീഹത്തും സംഘടനാ പ്രവർത്തനവും സ്ഥാപനവും ഒക്കെ അത് നല്ല മാതൃക കാണിച്ച് നമുക്ക് നല്ല ഒരു പെരുമാറ്റവും നല്ല ഒരു ശൈലിയും കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ ഈ കൂമണ്ണയിലെ നല്ല നിഷ്കളങ്കരായ ജനങ്ങൾക്ക് വേണ്ടി നല്ല വഅള് ഇൻഷാ അല്ലാഹ് പറയും. ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുപാട് ഉമ്മമാർ, ഒരുപാട് സഹോദരിമാർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമ്മോട് സംസാരിക്കും. ബഹുമാന ആദരവുകളോടുകൂടെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ നിങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ അവസാനം നമ്മുടെ വഅലിന്റെ ഇന്നത്തെ സമാപനം മാത്രമല്ല, 4 ദിവസമായിട്ട് നടന്നു വരുന്ന വഅലിന്റെ സമാപനവും കൂടിയാണ്. ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്ലം കേട്ടി എന്ന എസ്എസ് പ്രവർത്തകൻ മരണപ്പെട്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم